നിങ്ങളിത് വാങ്ങരുതെന്നോ നിങ്ങളിത് കഴിക്കരുതെന്നോ നിങ്ങളിത് ഉപയോഗിക്കരുതെന്നോ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. APJ അബ്ദുൽ കലാമിനെ എതിർക്കുന്ന ആൾക്കാരില്ലേ, മഹാത്മാഗാന്ധി എതിർക്കുന്ന, ഞാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, അവരെയൊക്കെ എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും രണ്ട് വശം, അമ്മയെ കൊന്ന രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടാവും. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ത്രെട്ടൺ ചെയ്തിട്ടുണ്ട്, വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള പലതരം ഈ ത്രെട്ടനുകളും ഈ ഇഷ്യൂസും എങ്ങനെയാണ് സജിൻ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ മാൽട്ടോഡെക്സിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ഈ ബേബി ഫോർമുലയിൽ പോലും യൂസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് കോടതിയിൽ നിൽക്കില്ല. ഓക്കെ, അതിനൊരു കാരണമുണ്ട്. ഞാൻ അനുഭവിച്ചത് നാളെ നമ്മുടെ അടുത്ത് വളർന്നു വരുന്ന ഒരു ജനറേഷൻ അനുഭവിക്കരുത്. കാരണം അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണ്. ഞാൻ അവരുടെ വസ്തുവിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്നോ ഉള്ള സാധനങ്ങൾ ഇല്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റിൽ ഓർഗാനിക് എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പ്രോഡക്റ്റിലും ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു മുളക് പൊടി നമ്മൾ പൊടിച്ചു കൊടുക്കുകയാണ്, നമുക്കൊരിക്കലും ഓർഗാനിക് പറഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. നമസ്കാരം. ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ബിസ്ക്കറ്റ് പാക്കറ്റ് തിരിച്ചു നോക്കാറുണ്ടോ? അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കാറുണ്ടോ? ഒരുപാട് പേരെ കൊണ്ട് അതിനെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സത്യാന്വേഷി, വൺ മാൻ ഷോ എന്നീ ഷോകളിലൂടെ സുപരിചിതനായ ശ്രീ സജിൻ സുരേന്ദ്രൻ. നമസ്കാരം സജിൻ. നമസ്കാരം. ഭക്ഷണ സാധനങ്ങളിലെ മായം കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹം എവിടെ നിന്നാണ് ഉണ്ടായത്? അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. അത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ്, എൻ്റെ പണ്ട് മുതലേ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാ പാക്കേജിലും നമ്മൾ നോക്കുമായിരുന്നു. പക്ഷെ അതിൽ കുറേ കണ്ടൻറ്റുകൾ നമുക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി അത് കുറേ നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത കുറേ പേരുകൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ വായിച്ച് വിടുന്നൊരു സംവിധാനമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് കഴിച്ച് കൊണ്ടിരുന്ന ഒരാളായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തിൽ, എൻ്റെ ടീനേജിലൊക്കെ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് എനിക്ക് പിന്നീട് എൻ്റെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങളിൽ നിന്നാണ് അത് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഇത് മറ്റുള്ള, അല്ലെങ്കിൽ നാളത്തെ ജനറേഷൻ ഇത് ഒരിക്കലും ബാധിക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, നോർമലി ഇപ്പോൾ UPF എന്ന് പറയുന്നത്, അത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇന്ന് കുട്ടികൾ അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. ഇതിലെല്ലാം മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വരുന്നത്, എല്ലാത്തിലും ഉപയോഗിക്കുന്നത് പാം ഓയിൽസും, നമുക്ക് ഒരു ശരീരത്തിന് ആവശ്യമില്ലാത്ത, ഒരു ന്യൂട്രീഷനും ഇല്ലാത്ത ഫുഡുകളാണ് ഇതെല്ലാം. ഈ പറയുന്ന പാം ഓയിൽ ആണെങ്കിലും ശരി, റിഫൈൻഡ് ഷുഗർ ആണെങ്കിലും ശരി, ഷുഗറിൽ തന്നെ ലിക്വിഡ് ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോസ്, കോൺ സിറപ്പ്, ഇതെല്ലാമാണ് എല്ലാ അൾട്രാ പ്രോസസ്ഡ് ഫുഡിലും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരീരത്തിന് അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കേട് തന്നെയാണ്. ഇപ്പോൾ സജിൻ പറഞ്ഞ പല ടെക്നിക്കൽ വേർഡ്സും ഞാൻ കേട്ടു. യെസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനം എങ്ങനെയാണ്? നിങ്ങളത് റിസർച്ച് നല്ല രീതിയിൽ പഠനം നടത്താറുണ്ടോ? അതെ, നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കോമൺ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു വർഷത്തോളം സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിഫൈൻഡ് ഷുഗർ എന്ന് പറയുന്നത് എല്ലാവർക്കും ശരീരത്തിന് ദോഷകരമാണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ റിഫൈൻഡ് ഷുഗറിന് ശരിക്കും 293 പേരുകളാണുള്ളത്. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. 293 പേരുകളുണ്ട് റിഫൈൻഡ് ഷുഗറിന് മാത്രം. പല പാക്കിലും ഷുഗറിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, പകരം കോൺ സിറപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതും ഷുഗറിൻ്റെ ഒരു വകഭേദമാണ്. അതേപോലെ തന്നെ ഡെക്സ്ട്രോസ്, ലിക്വിഡ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് സിറപ്പ്. ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ പല വകഭേദങ്ങളും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അതെ, എല്ലാം ഈ ഷുഗറിനെ ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഷുഗറിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹാനികരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈ ഗ്ലൂക്കോസ് സിറപ്പും മറ്റുള്ളതെല്ലാം. അതായത് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ മാറും. ഓക്കെ. ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിൽ നിന്നും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് വ്ളോഗറിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? എങ്ങനെയാണ് താങ്കളുടെ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ടീവ് ആയിരുന്നോ? തീർച്ചയായും ഫാമിലി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഇപ്പോഴും സപ്പോർട്ട് തന്നെയാണ്. കാരണം എൻ്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ, ഞാൻ അനുഭവിച്ചത് നാളെ നമ്മുടെ അടുത്ത് വളർന്നു വരുന്ന ഒരു ജനറേഷൻ അനുഭവിക്കരുത്. കാരണം അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ പറയാൻ പറ്റുമായിരിക്കും, മേ ബി നിങ്ങളും 80s അല്ലെങ്കിൽ 90s കിഡായിരിക്കും. അതെ, ഞാൻ 80s കിഡാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആ പാരൻസ് ഇന്ന് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്.
അതെ അതെ അതെ. അവരുടെ മക്കൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണം, നല്ലത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പം തീർച്ചയായും കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം. ആ ഓപ്ഷൻ അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കൺസെപ്റ്റ്. ഞാൻ സജിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. കുറേ വീഡിയോകൾ കാണാറുണ്ട്. അതിലെനിക്ക് കുറച്ച് ഒരു എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ആരോ റൂട്ട് ഇല്ല എന്നൊരു, അത് കുറച്ച് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് വൈറലായ ഒരു വീഡിയോ ആണ്. അതെ. സോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമാണല്ലോ. കാരണം ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു മൾട്ടി MNC പോലത്തുള്ള ഒരു കമ്പനിക്ക് എതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമ്മളൊരിക്കലും കമ്പനിക്ക് എതിരായിട്ടല്ല പറയുന്നത്. കമ്പനി അവരുടെ പ്രോഡക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ചിലപ്പോൾ അവർക്ക് സെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ അവർക്ക് നിങ്ങൾ എതിർക്കുന്ന ഒരു കോർപ്പറേറ്റ് ഭീമനെ ആയിരിക്കും. അതെ അതെ, കോർപ്പറേറ്റ് ഭീമൻസിനെ തന്നെയാണല്ലോ എതിർക്കുന്നത്. അപ്പോൾ അതിൽ ഡിഫറൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായി അവർ റിയാക്ട് ചെയ്യും. അവർ ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ ചിലപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ ത്രെട്ടനിങ് ചെയ്യും. അതെല്ലാം സ്വാഭാവികമാണ്. വക്കീൽ നോട്ടീസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നിലവിൽ 2 വന്നിട്ടുണ്ട് ഓൾറെഡി. അതെ. സോ അപ്പോൾ താങ്കൾ അതിനെതിരായിട്ട് കേസ് ഫയലിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പിയറൻസ് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു, എനിക്കെതിരെ കൊടുക്കാൻ പറ്റുന്നത് ഒറ്റ കേസിൻ്റെ പുറത്ത് മാത്രമായിരിക്കും. ഒറ്റ വയലേഷൻ മാത്രമേ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവരുടെ വസ്തുവിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്നോ ഉള്ള സാധനങ്ങൾ ഇല്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. അവരെന്താണോ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആകെ നമ്മുടെ വക്കീൽ നോട്ടീസിലും വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് വയലേഷനാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവരുടെ പേര്, അവരുടെ ലോഗോ അനുവാദമില്ലാതെ നമ്മളെടുത്ത് ഉപയോഗിച്ചു. ഇത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫോൾസ് ക്ലെയിം കൊടുത്തു എന്ന് ഒരിക്കലും അവർക്ക് കോടതിയിൽ. സജിന്റെ വാദം അവർ ഡിനൈ ചെയ്തില്ല എന്നാണ് സജിൻ പറഞ്ഞത്. അല്ല, അവരുടെ വക്കീൽ നോട്ടീസിലും അവർ മെൻഷൻ ചെയ്തിരിക്കുന്നതും ഞാൻ പറഞ്ഞത് തെറ്റാണെന്നോ ഞാൻ പറഞ്ഞതിനെ എതിർത്തുകൊണ്ടോ അല്ല. അവർ കൊടുത്തിരിക്കുന്ന ക്ലോസ് ഒറ്റ ക്ലോസേ ഉള്ളൂ. ട്രേഡ് മാർക്ക് വയലേഷൻ്റെ ഒരു ഒറ്റ ക്ലോസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് കോടതിയിൽ നിൽക്കില്ല. ഓക്കെ. അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയില്ലായിരുന്നു, ഇതിൻ്റെ ഒരു നിയമവശം അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ പല വീഡിയോസിലും ഞാനൊരു ക്ലോസ് വെക്കുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ നമ്മൾ ഒരു ആർട്ടിക്കിൾ 19, അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും മൗലിക അവകാശമുണ്ട്. ആ മൗലിക അവകാശത്തിൽ പെടുന്നതാണ് നമുക്കൊരു പ്രോഡക്റ്റിന് അത് വിമർശിക്കാനും വിശകലനം ചെയ്യാനും ഉള്ള മൗലിക അവകാശം നമുക്കുണ്ട്. അത് ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്നതാണ്. റൈറ്റ് ടു എക്സ്പ്രസ് അങ്ങനെ റൈറ്റ് ടു, അതെ അതെ. അപ്പോൾ ആ ക്ലോസിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല. ഇനി എന്താണെങ്കിലും അത് ഇതിന് താഴെ വരുള്ളൂ. ഏത് ട്രേഡ് മാർക്ക് വയലേഷൻ ആണെങ്കിലും ശരി, ഏത് നിയമമാണെങ്കിലും മൗലികാവകാശത്തിന് താഴെ നിൽക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇനി വക്കീൽ നോട്ടീസ് വന്നാലും നമുക്ക് സധൈര്യം നേരിടാവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കേരളീയർക്കും പൊതുവെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് പൊറോട്ട. പൊറോട്ടയിൽ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം മൈദയാണെന്ന്. മൈദയെ കുറിച്ച് എന്താണ് സജിന് പറയാനുള്ളത്? മൈദ എങ്ങനെ, അതിലെ കണ്ടന്റുകൾ എന്താണ്, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ എന്താണ് ഒരു ഹാനികരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഹാനികരമല്ല. നമുക്ക് മൈദ ഉപയോഗിക്കാതെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ എല്ലാ ബേക്കറി ഫുഡാണെങ്കിലും ശരി, ഏത് ഫുഡിലും നമ്മൾ മൈദ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈദ ഹാനികരമാണെന്ന് പറയാൻ കാരണം അതിനകത്തൊരു ന്യൂട്രീഷൻ വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് കാർബ്സാണ്, അതിനകത്ത് വേറെ ന്യൂട്രീഷൻ വാല്യൂ ഒന്നുമില്ല. ഒരു പരിമിത അളവിലൊക്കെ നമുക്ക് അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന ഫൈബർ ആയാലും വൈറ്റമിൻസും എല്ലാം അതിൻ്റെ കൂടെ തന്നെ കഴിക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം കഴിക്കണം. അല്ലാതെ മൈദ മാത്രം കഴിക്കുക അല്ലെങ്കിൽ പൊറോട്ട മാത്രം കഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന് ബാലൻസ്. അതെ 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 അതെ, നമ്മുടെ പ്രധാന ഭക്ഷണമാണല്ലോ. അല്ല, അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ഫൈബർ ആയാലും കാൽഷ്യം ആയാലും എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ എടുത്താൽ മതി. ഇത് ടാലി ആയിട്ട് പൊക്കോളും. പക്ഷേ ഇത് മാത്രം കൂടുതൽ കഴിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഓക്കെ. സോ ഈ കുട്ടികളുടെ സ്നാക്സിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇപ്പോൾ സജിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 10 രൂപയുടെയും 20 രൂപയുടെയും എന്താ പറയുക പാക്കറ്റ് ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് ഓവർലോഡ് ഉണ്ടാക്കും, അവരുടെ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും, അവരുടെ വളർച്ചയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കൂടുതലായിട്ട് മാതാപിതാക്കൾക്ക്, നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കൾക്ക് എന്ത് അഡ്വൈസാണ് സജിന് കൊടുക്കാനുള്ളത്? അല്ല, തീർച്ചയായും ഈ പറയുന്ന രീതിയിൽ എല്ലാ പ്രോഡക്റ്റിലും
എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നും എത്ര കഴിക്കണമെന്നും എല്ലാ പാക്കറ്റിലും അതുണ്ടാക്കുന്ന കമ്പനി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വായിച്ചു നോക്കണം. നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടായിട്ടായിരിക്കും. ഓൾമോസ്റ്റ് രണ്ട് എല്ലാവരും. രണ്ട് രണ്ട് ത- കാര്യങ്ങളാണ് നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് അഡ്വർടൈസ്മെൻറ്റും, രണ്ട് പ്രൈസുമാണ്. അതെ 1/get 1 ഫ്രീ. തിരക്കുണ്ടാവും അവിടെ, അതെ എന്തായാലും വാങ്ങിക്കും. കൂടുതൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൺസ്യൂം അതൊരു ചെയ്യും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് സ്ട്രാറ്റജിയാണ്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അത് നമ്മൾ എത്ര കഴിക്കുന്നു എന്നുള്ളത് അവരുടെ ബോധയുടെ അല്ല. ഓക്കെ. അപ്പോൾ അത് എത്ര കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് ഉണ്ടാക്കിയ കമ്പനി തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സെർവിങ് സൈസ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പാക്കറ്റിൽ നിങ്ങൾ സെർവിങ് സൈസ് ഉണ്ടാവും. സജിൻ പറഞ്ഞു വരുന്നത് ഈ 10 രൂപയുടെയും 20 രൂപയുടെയും സാഷറ്റ് കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? അതിൽ എന്ത് ഒരു അവരുടെ ഉള്ളിൽ ചെല്ലുന്നത് വിഷാംശമാണെന്നാണോ പറഞ്ഞത്? അല്ല, വിഷാംശമല്ല. അതായത് നമ്മളിപ്പോൾ അളവാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ടാവും? നിങ്ങളുടെ അപ്രോക്സിമേറ്റ് പറയൂ. 10 പാക്കറ്റ് 10 ബിസ്ക്കറ്റ് ഉണ്ടാവും. 10 ബിസ്ക്കറ്റ് ഉണ്ടാവും. 10 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് നോക്കി. കമ്പനി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെർവിങ് സൈസ് 2 എണ്ണമാണ്. ചിലത് ഒന്നായിരിക്കാം. ഓ, ഈ ക്രീമൊക്കെ ഉള്ള പക്ഷേ ഈ ബിസ്ക്കറ്റുകൾ കൺസംഷന്റെ ആ ഒരു കൺസംഷൻ രീതി ഡയറക്ഷൻ 2000 കാലറിയാണ് പറയുന്നത്. നമ്മൾ ഇന്ന് 2000 കാലറി ആണോ കഴിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത്? ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ഉഴുന്നുവട കഴിച്ചു കഴിഞ്ഞാൽ 350 കാലറിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു സദ്യ കഴിച്ചാൽ എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ടാവും? നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ ഇടയിൽ സ്നാക്സ്, ടീ, ഇതെല്ലാം കൂടെ ഒരു ദിവസം 2000-ൽ നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ? ഈ പറഞ്ഞ കണക്കിലാണെങ്കിൽ കൂടുതൽ ആവാനുള്ള അല്ലേ? അവർ പറഞ്ഞിരിക്കുന്നത് 2000 കാലറീസിനാണ് ഈ സെർവിങ് സൈസ് പറഞ്ഞിരിക്കുന്നത്. ഓ, ഓക്കെ. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് ആ സെർവിങ് സൈസ് എടുക്കാം. നമുക്ക് ആ സെർവിങ് സൈസ് അത് ഞാൻ പറയുകയാണെങ്കിൽ അത് കുറവാണ്. അപ്പോൾ സജിൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് ലേബലിംഗ് തട്ടിപ്പാണോ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കറ്റുകളിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കണക്കുകളോ അവർ പറയുന്ന ഡയറക്ഷനൊക്കെ തെറ്റാണെന്നാണ് സജിൻ പറഞ്ഞത്? തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അവർ പറയുന്നത് കൃത്യമായിട്ട് ശരിയാണ്. നമ്മളത് നോക്കാതെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം കോഡക്സ് സ്റ്റാൻഡേർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. ഈ ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷൻ ഇൻഫർമേഷൻസും സെർവിങ് സൈസും പാക്കേജിൽ കൊടുത്തിരിക്കുന്ന പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ആക്ട് പ്രകാരമുള്ള നമ്മുടെ ഇന്ത്യയിൽ കോഡക്സ് സ്റ്റാൻഡേർഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം. അതെല്ലാം മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഇത് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് കറക്റ്റായിട്ട് വായിച്ചു നോക്കി നമ്മളിത് കഴിക്കുന്നില്ല അത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മളാണ് ബോധവൽക്കരിക്കേണ്ടത്, കമ്പനിയല്ല ഇവിടെ. നമ്മൾ ഓരോരുത്തരുമാണ് തിരിച്ചറിയേണ്ടത് എത്രയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. ഒരു ക്രീം ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ ക്രീം ബിസ്ക്കറ്റ് ഒരെണ്ണോ കഴിക്കാൻ പാടുള്ളൂ. സെർവിങ് സൈസ് അവർ ഒരെണ്ണോ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്നത്തെ കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യ തന്നെ ഒട്ടുമൊത്തം ഇന്ത്യയിലെ ജനങ്ങളെടുത്താൽ കൂടെ ഈ ഇൻഗ്രീഡിയൻസും ഈ ഡയറക്ഷനും ഒക്കെ വായിച്ച് മനസ്സിലാക്കി കഴിക്കുന്നവർ വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും സജിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇനിഷ്യേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു പ്രോസസ്ഡ് ഫുഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ, കാരണം അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പലതും തിരിച്ചറിയാൻ സാധിക്കില്ല. അത് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓ, ട്രൂത്തിൻ എന്നാണ് ആപ്പിൻ്റെ പേര്. TRUTHIN. ഓക്കെ. ട്രൂത്തിൻ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ആ ആപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആപ്പിലൊരു എല്ലാ പ്രോഡക്റ്റിൻ്റെയും ബാക്കിൽ ഒരു ബാർകോഡ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? ഒരു വര താഴത്തെ നമ്പേഴ്സ് ആയിട്ട് ഒരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് എന്തൊക്കെയാണ് ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത്, എത്രയാണ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉള്ളത് എന്നുള്ളത് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ആ ആപ്പിൽ അറിയാൻ പറ്റും. മാത്രമല്ല ആ ആപ്പിൽ നമുക്ക് ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഏജ്, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഫാമിലീസിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സീനിയേഴ്സ്, അച്ഛനമ്മമാരുണ്ട്, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഫാമിലി, അവരുടെ ഒരു പ്രൊഫൈൽ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതൊരു പ്രൈവറ്റ് ആണ്. അല്ലല്ല, പ്രൈവറ്റ് ആണ്. പക്ഷേ നല്ല ആപ്പാണ്. സോ അപ്പോൾ അതിന്റെ ഓതന്റിസിറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? അല്ല, അതിന് ഓതന്റിസിറ്റി അവരായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ. അതിൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ. ഇതിൽ അവർ കമ്പനി പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹാംഫുൾ ആയിട്ടുള്ളത്, അതിൽ ഇത്ര അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ദോഷമായിട്ടുള്ള വരുന്നത് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിന് ഓതന്റിസിറ്റിയുടെ ആവശ്യമില്ല. അതിൻ്റെ ആധികാരികത മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി.
ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ആധികാരികതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് ഓതൻറ്റിസിറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ. ഇപ്പോൾ ഞാൻ പല പാക്കറ്റുകളും കണ്ടിരിക്കുന്നത് നോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ ഓർഗാനിക് എന്നൊക്കെ പദങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ അത് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഓർഗാനിക് എന്ന് കാണുമ്പോൾ നമ്മളെപ്പോഴും അതിലേക്ക് ചാടി വീഴുകയാണ് പതിവ്. കാരണം ഓർഗാനിക് എന്ന് പറയുമ്പോൾ പലരുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ ഈറ്റ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. എന്താണ് ഈ ഓർഗാനിക്കിനെ കുറിച്ച് സജിന് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ നോ ആഡഡ് ഷുഗർ, ഈ ഓർഗാനിക് എന്നുള്ള ലേബലുകളിൽ പ്രോഡക്റ്റ് വിൽക്കുന്നത് ശരിയാണോ? അതിൽ ആ പ്രോഡക്റ്റുകൾക്ക് ഈ പറയുന്ന ഈ മെൻഷൻ ചെയ്ത ഓർഗാനിക് അല്ലെങ്കിൽ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്ന ഈ പദങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അല്ല, അത് വിശ്വാസ്യത. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷൻ തന്നെയുണ്ട്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റിൽ ഓർഗാനിക് എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പ്രൊഡക്റ്റിലും ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു മുളക് പൊടി നമ്മൾ പൊടിച്ചു കൊടുക്കുകയാണ്, നമുക്കൊരിക്കലും ഓർഗാനിക് പറഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഓർഗാനിക് എടുക്കണമെങ്കിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ വേണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ വർഷവും അവർ സർട്ടിഫിക്കേഷൻ നടത്താൻ നമ്മുടെ ലാബ് അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാ വർഷവും ചെക്കിങ് നടക്കും. ആ ചെക്ക് ചെയ്ത് നടന്നത് എന്നാൽ മാത്രമേ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതേപോലെ ഇപ്പോൾ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്ന പല പ്രോഡക്റ്റുകളിലും കാണിക്കാറുണ്ട്. ഇത് കുറേ അധികം പ്രമേഹ രോഗികൾ വളരെ സന്തോഷത്തോടെ വാങ്ങി കഴിക്കുന്നതും കാണാറുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അല്ല, നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡയബറ്റീസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയ മാൽട്ടോഡെക്സിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത്തരം കെമിക്കലുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണോ? ഹാനികരമാണ്. അതാ ഞാൻ പറഞ്ഞു. ഈ മാൽട്ടോഡെക്സിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ഈ ബേബി ഫോർമുലയിൽ പോലും യൂസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതൊരു സ്വീറ്റ്നറാണ്, ബൾക്കിംഗ് ഏജൻ്റാണ്. അതിനകത്ത് ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിലും നമ്മൾ ആ പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മധുരം ഫീൽ ചെയ്യും. പക്ഷെ ഒരിക്കലും അത് ഡയബറ്റിസ് പേഷ്യൻറ്റിന് കഴിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് ഷുഗറിനേക്കാളും കൂടുതലാണ് മാൽട്ടോഡെക്സിൻ. ഷുഗറിന് ഏകദേശം ഓൾമോസ്റ്റ് 72 ഒക്കെയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഇത് എബോ 100 വരും. നോ ഷുഗർ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നോ ആഡഡ് ഷുഗർ എന്നൊക്കെ പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സുക്രലോസ് എന്ന് പറയുന്നൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അസസൾഫേം പൊട്ടാസ്യം എന്ന് പറയുന്നൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നിങ്ങൾക്ക് അതിന് കാണാൻ പറ്റും. അസ്പർട്ടൈം എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ഒരുപാട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ട്. അതെല്ലാം അതിനകത്ത് ഉണ്ടാവും. ഷുഗർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനോടെ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു വലിയൊരു സംശയം ചിലപ്പോൾ ദൂരീകരിച്ചിട്ടുണ്ടാവാം. അതെ അതെ അതെ. ഓക്കെ. ഞാൻ ഈ സജിൻ്റെ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ബോംബെയിൽ നിന്ന് വരെ കോളുകൾ വന്നിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ത്രെട്ടൺ ചെയ്തിട്ടുണ്ട്, വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള പലതരം ഈ ത്രെട്ടനുകളും ഈ ഇഷ്യൂസും എങ്ങനെയാണ് സജിൻ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, നമ്മൾ സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. നമ്മളത് തരണം ചെയ്യാം. അവർ വിളിക്കുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഡക്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നോ നമുക്ക് ഉദ്ദേശമില്ല. ഇന്നും നമ്മൾ ബോധവൽക്കരണം മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ നമ്മുടെ പ്രോഗ്രാം കൊണ്ടുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ നേരിടേണ്ടി വരാം. അത് നേരിടാൻ തയ്യാറാണ്. അപ്പോൾ അത് സധൈര്യം നേരിട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഫിയർ മോങ്കറിങ് എന്നൊക്കെ സജിൻ ഫിയർ മോങ്കറിങ് ചെയ്യുന്നു, ആളുകളെ പേടിപ്പിക്കുന്നു, വീഡിയോസ് ചെയ്ത് ആളുകളെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നു എന്നുള്ള കുറേ വിമർശനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് സജിൻ കാണുന്നത്? അല്ല, അത് സ്വാഭാവികമാണല്ലോ. നിങ്ങളൊരു ബ്രാൻഡിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല അത് പറയും. അതിപ്പോൾ ഏത് വീഡിയോ ആണ്? ആർക്കാണ് ശത്രുതയില്ലാത്തത്? APJ അബ്ദുൽ കലാമിനെ എതിർക്കുന്ന ആൾക്കാരില്ലേ, മഹാത്മാഗാന്ധി എതിർക്കുന്ന, ഞാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, അവരെയൊക്കെ എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും രണ്ട് വശം, അമ്മയെ കൊന്ന രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ അതിനോടുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പ്രോഡക്റ്റിനെയോ ഒരു കമ്പനിയെയോ വിമർശിക്കുകയല്ല, ഞാൻ ഒരു കമ്പനിയെയും തേജോവധം ചെയ്യുകയല്ല. നമ്മൾ എന്നും കഴിക്കാറുള്ളതും വാങ്ങാറുള്ളതും ഉപയോഗിക്കാറുള്ളതുമായിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ
നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. അതൊരു ഫിയർ മോങ്കറിങ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാർത്ത പോലും കാണാൻ പറ്റില്ല. ഒരു ന്യൂസ് ചാനൽ കാണാൻ പറ്റുമോ നമുക്ക്? അതിൽ എത്ര ഫിയർ മോങ്കറിങ് ഉണ്ട്? ഓക്കെ. ഒരു വസ്തുവിൽ ദോഷമായിട്ടുള്ളൊരു സാധനമുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് പറയുക? അത് പക്ഷേ സജിൻ്റെ പല വീഡിയോകളും ഒരു പ്രോഡക്റ്റിനെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലുപരി എന്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു വീഡിയോസ് കൂടി സജിൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല, അതിനുള്ള മറുപടി ഞാൻ പറയാം. അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് നമ്മൾ നല്ല പ്രോഡക്റ്റും ചീത്ത പ്രോഡക്റ്റും തരംതിരിച്ച് കാണിക്കലല്ല നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ കൺസേൺ എന്താണെന്നറിയോ? നമ്മൾ എന്നും വാങ്ങാറുള്ളതും ഉപയോഗിക്കാറുള്ളതുമായിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. നമ്മൾ വായിച്ച് ശീലിക്കണം. ഓരോ പ്രോഡക്റ്റും വായിച്ച് ശീലിക്കണം. ആ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഇപ്പം നല്ലതും ചീത്തയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം നല്ല പ്രോഡക്റ്റിൽ നാളെ മാനിപ്പുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇപ്പം ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് പറയുകയാണ്, നിങ്ങൾ വാങ്ങിക്കുകയാണ്. നാളെ ആ പ്രോഡക്റ്റിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും, വാങ്ങുന്നത് കണ്ടിന്യൂ ചെയ്യും. ആ ശീലമല്ല നമുക്ക് വേണ്ടത്, ആ കൾച്ചറല്ല നമുക്ക് വേണ്ടത്. ലേബൽ കോൺഷ്യസ് സിവിലൈസേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ലേബൽ കോൺഷ്യസ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശീലങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് രാവിലെ എണീച്ച് പല്ല് തേച്ച് ഭക്ഷണം കഴിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് പണ്ട് നമ്മുടെ അതാണ്, ആ ശീലങ്ങളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് അത് വായിച്ച് നോക്കി നമ്മൾ മനസ്സിലാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് വാങ്ങിക്കുന്ന സമയത്തും അത് ഉപയോഗിക്കുന്ന സമയത്തും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം എന്ന് പറഞ്ഞത് എത്രത്തോളം റിയൽ ലൈഫിൽ പ്രാക്ടിക്കലാണ് എന്ന്. പ്രാക്ടിക്കൽ ആവണം, അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അത് നിസ്സാരവൽക്കരിക്കരുത്. ഇത് എപ്പോഴും ഈ നിസ്സാരവൽക്കരിക്കുന്നവരാണ് ഈ പറയുന്ന രീതിയിലുള്ള കമൻസും ഈ പറയുന്ന രീതിയിലൊക്കെ പറയുന്നത്. അതൊരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. കാരണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഈ വായിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരുടെ അടുത്ത്, ഒരു പണി അറിയാത്ത ഒരുത്തൻ്റെ അടുത്ത് ഒരു വണ്ടി കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? അവനറിയില്ല. പണി പഠിച്ചവൻ്റെ അടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പണി പഠിച്ചവൻ എങ്ങനെയായിരിക്കും പണി പഠിച്ചിട്ടുണ്ടാവുക? അവൻ ഓരോന്ന് നോക്കി, പണി നോക്കി, അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണല്ലോ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ നമ്മളാവണം. നമ്മൾ ഓരോ പ്രോഡക്റ്റ്, നിങ്ങളൊരു കാർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ നോക്കാറുണ്ട്? കളർ നോക്കില്ലേ? മൈലേജ് നോക്കില്ലേ? പെർഫോമൻസ് നോക്കില്ലേ? അതിൻ്റെ പവർ നോക്കില്ലേ? തീർച്ചയായും. നമ്മളൊരു പാക്കറ്റ് ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ 10% പോലും നിങ്ങൾ നോക്കാറുണ്ടോ? ആ കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നമ്മൾ നോക്കണം. ഒരു വണ്ടി വാങ്ങിക്കാൻ കാണിക്കുന്നതിൻ്റെ 10% നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വാങ്ങിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിയത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ 10 ബിസ്ക്കറ്റ് പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ബിസ്ക്കറ്റിലേക്ക് തന്നെ വരികയാണ്, 10 ബിസ്ക്കറ്റ് പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഈ 10 ബിസ്ക്കറ്റിലും കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കി വാങ്ങിക്കണം എന്നാണല്ലോ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന പ്രോഡക്റ്റ് അതാണല്ലോ. അതെ. പക്ഷേ അതിലൊന്നും നല്ലതല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ വേറെ എന്ത് ചെയ്യും? അല്ലല്ല, അതിലൊന്നും നല്ലതല്ല എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും മാർക്കറ്റിൽ നല്ലതല്ല. സജിന്റെ വീഡിയോകൾ പലതും കണ്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൽ ഇന്നൊരു പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങിക്കണം, ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. അല്ല, അവിടെ ഒരു തിരുത്തുണ്ട്. ഞാൻ സൂക്ഷിച്ച് വാങ്ങിക്കണം എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് വാങ്ങരുതെന്നോ നിങ്ങളിത് കഴിക്കരുതെന്നോ നിങ്ങളിത് ഉപയോഗിക്കരുതെന്നോ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വാങ്ങിച്ച് കഴിക്കുന്നതെല്ലാം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇതിൽ ഇന്നതൊക്കെയാണ് ഉള്ളത്, ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക എന്ന് മാത്രമേ നമ്മുടെ കൺസേൺ ഉള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളത് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ബ്രാൻഡിനെ പേരെടുത്ത് പറയുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആണ് അതിൻ്റെ നിങ്ങളൊരു നിയമവശം? അത് പല ബ്രാൻഡുകളും നിങ്ങൾക്കെതിരെ മാനനഷ്ട കേസുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ ഇല്ല. അതാ ഞാൻ പറഞ്ഞ മാനനഷ്ട കേസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? മാനനഷ്ട കേസ് അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് മാനനഷ്ട കേസ് കൊടുക്കേണ്ട കാര്യം. ഇപ്പം നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോഴാണ് ഒരാൾ മാനനഷ്ട കേസ് കൊടുക്കുക. നമ്മൾ ഒരിക്കലും അപവാദം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു അലിഗേഷൻ വരാനുള്ള ചാൻസസ് ഇല്ലേ? അതാ പറഞ്ഞത്. ഇപ്പോൾ നിയമവശം അവർക്കും അഡ്വക്കേറ്റ്സ് ഉണ്ടാവുമല്ലോ, അവർക്കും അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, അവർ നിയമവശം നോക്കുമല്ലോ. എങ്ങനെയാണ് ഈ അലിഗേഷൻ വരുന്നത്? നമ്മൾ അവരെക്കുറിച്ച് ഇല്ലാത്ത വസ്തുക്കൾ പറയുമ്പോഴാണ് അവിടെ അലിഗേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഡിഫമേഷൻ വരുന്നത്. അവർ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അവരെന്താണോ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ പരാമർശിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ കോമൺ ആയിട്ടുള്ള പലർക്കും ഈ വീഡിയോ കാണുന്നവർക്കുള്ള ചോദ്യമായിരിക്കും. ഇപ്പോൾ FSSAI പോലുള്ള വലിയ വലിയ ഗവൺമെൻറ് അതോറിറ്റീസ് ഉള്ള ഈ രാജ്യത്ത്
അപ്പോൾ ഇവരിതൊന്നും അറിയാതെയാണോ ഇതെല്ലാം അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെ ഇൻഗ്രീഡിയൻസ് മോശമാണ്, അല്ലെങ്കിൽ ഈ ആരോ റൂട്ട് ഇല്ല എന്ന് പറയുന്ന ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഇത് അല്ലല്ല ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇതെല്ലാം അളവിൽ ഒരളവിന് ഇത് കൊടുക്കാം, പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട് ഇതിനെല്ലാം. ആ ലിമിറ്റിന് തന്നെയാണ് ഇവരെല്ലാവരും സെയിൽ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് എല്ലാം സെയിൽ ചെയ്യുന്നത് ഒരു പെർമിസിബിൾ ലിമിറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളത് അളവിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. ഓക്കെ. നമ്മൾ ഈ പറയുന്ന സെർവിങ് സൈസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് എത്രത്തോളം കഴിക്കണം അത് കമ്പനി ബോധേഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര കഴിക്കണം എന്നുള്ളത് കമ്പനി ബോധേഡ് ആവേണ്ട കാര്യമില്ല. അവർക്ക് എത്ര വേണമെങ്കിലും വിൽക്കാം. അവർക്ക് വിൽപ്പനയ്ക്കോ ആ പാക്കറ്റിൽ അതിന് അളവിന് മാത്രം അതിൽ ഏത് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അതിനകത്ത് ഉണ്ടാവുള്ളൂ. FSSAIയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഫുഡ് സേഫ്റ്റി നിയന്ത്രിക്കുന്ന ഒരളവ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ആ അളവിലായിരിക്കും അവർ സെയിൽ ചെയ്യുന്നതും. നമ്മൾ കഴിക്കേണ്ടത് നമ്മളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ റീസെന്റ് ആയിട്ട് സജിന്റെ തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഏതോ ഒരു കുട്ടികൾക്കുള്ള മെഡിസിൻ ബാച്ച് തിരിച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള ഈ ഡ്രഗിന് ശരിക്കും നമ്മുടെ രാജ്യത്തിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് വളരെയധികം സ്ട്രോങ് ആക്കേണ്ടതാണ്. അത് സ്ട്രോങ് അല്ല. കാരണം മാർക്കറ്റിൽ ഇന്ന് വന്ന് എത്രയോ സിറപ്പുകൾ കഴിച്ച് കുട്ടികൾക്ക് മരിക്കുന്ന വരെ സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സിറപ്പ് ആസ്മയ്ക്കും എല്ലാം കൊടുക്കുന്ന ഒരു സിറപ്പ് അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പിടിച്ചിട്ട് അത് ബാൻ ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പ് ഇത് അറിയണമായിരുന്നു. കാരണം ഇത് പല മാർക്കറ്റിൽ വച്ചിട്ടും അല്ലെങ്കിൽ കുറേയൊക്കെ സെയിലായി പോയിട്ടൊക്കെയാണ് ചിലപ്പോൾ മേ ബി. കാരണം ഇതിൻ്റെ ടെസ്റ്റ് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നും എടുത്തിട്ടാണ് ടെസ്റ്റ് നടക്കുക. റാൻഡമായിട്ട് എടുത്തിട്ടാണ് മരുന്നാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം നടക്കുന്നത്. മാർക്കറ്റിൽ നിന്നും ആ ഉദ്യോഗസ്ഥർ റാൻഡമായിട്ട് എടുത്തിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുക. അതിലാണ് ഈ അഡൾട്രേഷൻ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഇത് നേരത്തെ ചെയ്യണം. കാരണം നമ്മുടെ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് എത്രത്തോളം പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞ പോലെ തന്നെ ഒരു കാറിന് ഒരു പ്രശ്നം പറ്റിയിരുന്നെങ്കിൽ they can recall it. അവരെ തിരിച്ചു വിളിക്കാറുണ്ട്. ആ ഇഷ്യൂ പരിഹരിച്ച് തിരിച്ച് വീണ്ടും എന്താ പറയാ വിപണിയിലേക്ക് ഇറക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു മെഡിസിനുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒന്ന് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശോചനീയമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ത്രെട്ടണിങ് ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനെന്തെങ്കിലും ഒരു പ്രിക്കോഷൻ, അതിനെന്തെങ്കിലും ഒരു നടപടി അല്ല, അത് നിയമവ്യവസ്ഥ കൊണ്ടുവരേണ്ടി വേണം. അത് ലോക്സഭ ചേർന്ന് മന്ത്രിസഭ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവരണം മരുന്നിന്. പക്ഷേ മേ ബി എനിക്ക് തോന്നുന്നത് പല മാഫിയകളും അതിൻ്റെ പുറത്ത് കളിക്കുന്നുണ്ടാവാം. മരുന്ന് മാഫിയ എല്ലാം അതിൻ്റെ പുറത്ത് കളിക്കുന്നുണ്ടാവാം മേ ബി. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ പറയണം, ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്രത്തോളം ആക്റ്റീവാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് ഇന്നത്തെ? ഇപ്പോൾ സജിന് ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് സജിന് പറയാൻ പറ്റും. നമ്മളുടെ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കറക്റ്റായിട്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ? അല്ല, അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതൊരിക്കലും ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. അത് അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാൻ കാരണം എൻ്റെ കോണ്ടെക്സ്റ്റ് അതല്ലായിരുന്നു. അതായത് ഒരു 20 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ വന്നാലോ അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അത് വളരെ നിസ്സാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഈ ഫൈൻ എന്നതിലുപരി അതിൻ്റെ മുകളിലോട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ കുറച്ചുകൂടി ഉയരേണ്ടതില്ലേ? തീർച്ചയായും ഉയരുക മാത്രമല്ല, അത് സ്ട്രിക്റ്റ് ആക്കണം. നിയമം വളരെയധികം കർശനമാക്കണം. നമ്മുടെ ഇവിടെ നിയമം കർശനമല്ല. കാരണം 2015 മാഗി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഡൽഹി ഹൈക്കോടതി ബാൻ ചെയ്തു. ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്തു. അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസാനം കേസായി. കേസ് കോടതിയിലെത്തിയപ്പോൾ 20 ലക്ഷം രൂപയാണ് ഫൈൻ പറഞ്ഞത്. മാഗി നെസ്ലെ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, മാഗി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചായക്കാശ. ആ 20 ലക്ഷം രൂപ ഫൈൻ കെട്ടിയിട്ട് അവർ പൂർവാധിക ശക്തിയോടെ ഇന്ന് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കൺട്രിയിലാണ് ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് അവർക്ക് അവിടെ ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റില്ല. ആ നിയമം ഇവിടെ കർശനമാകണം. അപ്പോൾ നിയമവ്യവസ്ഥ കുറച്ചുകൂടി സ്ട്രോങ് ആവണം. തീർച്ചയായും സ്ട്രോങ് സജിൻ പറയുന്നുണ്ട്. അതെ, നിയമങ്ങൾ കുറച്ചും കൂടെ കർശനമാക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും എടുത്തു നോക്കിയാൽ തന്നെ, ഇപ്പോൾ എന്നെ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഒബിസിറ്റി.
ഇപ്പോൾ ഒബിസിറ്റി അത് ഇപ്പോൾ പണ്ടത്തെ നമ്മൾ പണ്ട് കാലത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടിയ വയറും മൃഗോദരൻ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഒട്ടിയ വയറും ഒരു ജിമ്മിലോ വർക്കൗട്ടോ ഒന്നും ഇല്ലാതെ അവർ വളരെ വളരെ നന്നായിട്ട് ജീവിച്ചിരുന്നു. അപ്പോൾ ഒബിസിറ്റി ഇന്നത്തെ കാലത്ത് എത്രത്തോളം എങ്ങനെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്? എന്താണ് നമ്മളുടെ അല്ല, നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് ഈ ഒബിസിറ്റിക്ക് ഏറ്റവും കൂടുതൽ കാരണം. നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് അല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഫുഡല്ല ഇന്ന് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ്. അപ്പം അത് ഇന്ന് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒബിസിറ്റി വരുന്നത്. മാത്രമല്ല അത് അളവിൽ കൂടുതലാണ് ഇപ്പോൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ഫുള്ളായിട്ട് കഴിക്കുക, ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ ഫുള്ളായിട്ട് കഴിക്കുക, അളവിൽ കൂടുതലായിട്ടാണ് കഴിക്കുന്നത്. മാത്രമല്ല അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻസോ അല്ലെങ്കിൽ കാൽഷ്യം, ഫൈബേഴ്സ്, അയൺ ഇതൊന്നും അതിൻ്റെ കൂടെ കൺസ്യൂം ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാപ്സ് മാത്രമാണ്. കാപ്സ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, കാപ്സ് നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യണം. ഇതൊന്നും കഴിക്കാതെ ഈ ഫ്രൈഡ് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം ഓവറായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒബീസിറ്റി കൂടി വരുന്നത്. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ വർക്കൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതിനെക്കുറിച്ച് എന്തെങ്കിലും അല്ല, വർക്കൗട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിലൊക്കെ ആളുകൾ കൂടുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക. കുട്ടികൾ പൊതുവേ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഫോൺ കൊടുത്താലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് അവർക്ക് അതിൻ്റെ രുചി പോലും അറിയുന്നില്ല, എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളത് പോലും അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യിപ്പിക്കുക, കുട്ടികളുടെ ശീലങ്ങൾ മാറ്റുക. എന്നാലേ നമുക്ക് ഈ ഒബീസിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. സജിൻ്റെ വീഡിയോ കണ്ടിട്ട് പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായതായിട്ട് അറിയിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് എനിക്ക് മെസ്സേജിലൂടെയും മെയിലിലൂടെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശീലങ്ങൾ മാറ്റിയിട്ടുണ്ട്. പ്രോഡക്റ്റുകൾ പരസ്യം കണ്ടുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് ശീലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കുട്ടികൾ ഈ പറയുന്ന നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കി വായിക്കുന്നത് ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പലരും. അവരുടെ പാരൻസ്, കുട്ടികൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ശീലം തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. കാരണം ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കൊണ്ടുവരികയാണ് സൊസൈറ്റിയിലേക്ക്. ഒരുപാട് പേര് മാത്രമല്ല, ഈ ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് അവർ പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് എടുത്തോട്ടെ, ഒരുപാട് റെഫറൻസ് കിട്ടാറുണ്ട് നമ്മുടെ വീഡിയോ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയധികം ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ സജിൻ, ഞാൻ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രോഡക്റ്റുകളെ കുറിച്ച് നല്ലതൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പെയ്ഡ് കൊളാബ്സിനൊക്കെ എങ്ങനെയാണ് സജിൻ ഇത് ചെയ്യുന്നത്? അല്ല, നമ്മൾ മറ്റുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ പ്രൊഫൈലിൽ പെയ്ഡ് കൊളാബ് വളരെയധികം കുറവായിരിക്കും. വളരെ വിരലിലെണ്ണാവുന്ന കൊളാബ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വളരെ സെലക്റ്റീവ് ആയതുകൊണ്ടാണ് അതങ്ങനെ. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി നല്ല പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരു കമ്പനി നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരെ നോക്കും. ആദ്യം നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കും. യൂസ് ചെയ്ത് കംഫർട്ടാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇവരുടെ റോ മെറ്റീരിയൽ എങ്ങനെയാണ് എടുക്കുന്നത്, അത് വളരെ ഹൈജീനിക്കായിട്ടാണോ അവർ പ്രിപ്പയർ ചെയ്യുന്നത്, അത് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ചേർത്തുന്നുണ്ടോ, എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഒരു 1.5 മാസത്തെ ഒരു പ്രിപ്പറേഷനാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പുറത്ത്. അപ്പം അതെല്ലാം നോക്കി മനസ്സിലാക്കി കംഫർട്ടായതിനു ശേഷം മാത്രമേ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ ആ പ്രോഡക്റ്റ്. അപ്പോൾ അത്രയും ആധികാരികതയുണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏത് പ്രോഡക്റ്റിനും. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രോഡക്റ്റും വളരെ അധികം കുറവായിരിക്കും. ഞാൻ 400-ലേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മേ ബി 4-5 മാത്രമേ അതിനകത്ത് ഈ പറയുന്ന നല്ല പെയ്ഡ് പ്രൊമോഷനായിട്ട് ഉണ്ടാവാറുള്ളൂ. പക്ഷേ അത് അത്രയും വിശ്വാസ്യതയോടെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാം വളരെ സെലക്റ്റീവാണ് പ്രോഡക്റ്റ്. കാരണം അതിനകത്ത് എന്തെങ്കിലും അഡപ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. നമുക്ക് ആ പൈസയും വേണ്ട, നമ്മളങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യൂല. ഗുഡ്സ്, അതായത് ഈ കാർബണേറ്റഡ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സിനൊക്കെ സർക്കാർ ഇപ്പോൾ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതെ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അത് നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് കുട്ടികളടക്കം. എനർജി ഡ്രിങ്ക് ആണെങ്കിലും ശരി, കഫീൻ അടങ്ങിയ ഒരുപാട് ഡ്രിങ്കുകൾ കുട്ടികൾ അമിതമായിട്ടൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഈ ടാക്സ് കൂടുമ്പോൾ അത് വാങ്ങുന്നതിൽ നിന്നും ഒരു ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണത്. കാരണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും ഈ പറയുന്ന ഹാംഫുള്ളായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകളൊക്കെ ഒഴിവാക്കാനും ഒന്ന് ഫിറ്റൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. തന്നെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈറ്റ് റൈറ്റ് ഇന്ത്യ, ഈറ്റ് റൈറ്റ് കേരള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ. അപ്പോൾ ഫിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കേണ്ടത് സജിൻ്റെ ഫിറ്റ്നസ് എന്താണ്? സജിൻ ഏത് തരം ഭക്ഷണങ്ങളാണ് സജിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്? ഇല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ഭക്ഷണത്തിൻ്റെ അളവാണ്. ഇപ്പം മമ്മൂട്ടി, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എം, എനിക്ക് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം എല്ലാ ഭക്ഷണവും കഴിക്കുന്ന, ഈവൻ ബിരിയാണി വരെ കഴിക്കുന്ന, പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവാണ് പുള്ളി തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ അളവാണ് നമ്മുടെ പ്രശ്നം. മാത്രമല്ല നമ്മളെല്ലാം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മുടെ ഫുഡിൽ ഈ പറയുന്ന ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം, വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം, ഫൈബർ, അയേൺ, കാൽഷ്യം എല്ലാം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. എല്ലാം കഴിക്കാം. ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിലെ പ്രൊഡക്റ്റും കഴിക്കാവുന്നതാണ്. കഴിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല, എല്ലാം കഴിക്കാവുന്നതാണ്. പക്ഷേ അളവിനനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. സൂപ്പർ സൂപ്പർ. ആയിരങ്ങൾ കാണണം എന്ന് ഉദ്ദേശത്തോടെ തുടങ്ങിയ ഷോ ആണ്. ഇപ്പോൾ ലക്ഷങ്ങൾ കാണുന്നു. അതെ. എന്താണ് വൺ മാൻ ഷോയുടെ ഫ്യൂച്ചർ പ്ലാൻ? നമ്മൾ അത് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 1000 പേര് കണ്ടാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എനിക്കുള്ളത്. ഇപ്പോൾ അത് ലക്ഷങ്ങളായി കാണുന്നു. ഇനിയും അത് ഒരുപാട് ആളുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് സബ്ജക്റ്റുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു നോർമൽ എല്ലാവരെയും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്കോ ഒരു വീഡിയോ ചെയ്ത് പോവുക എന്നുള്ളതിലുപരി എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമുക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നാട്ടിന് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റീസെൻറ്റ് 2025 തന്നെ നമ്മുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ. കാരണം ആ 2025 നമ്മൾ എന്താണ് ചെയ്തത്, 2025 നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഫുഡ് സേഫ്റ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എല്ലാ മാസത്തെയും എല്ലാ പ്രോഡക്റ്റുകൾ റാൻഡമായിട്ട് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് നിയമമുണ്ട്. പക്ഷേ 2023 ശേഷം ഒരു റിപ്പോർട്ടും പബ്ലിഷ് ചെയ്തിരുന്നില്ല. 2025 വരെ ഒരു റിപ്പോർട്ടും അതിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ വ്യക്തിപരമായി പൊതു താല്പര്യ ഹർജി ഞാൻ ആരോഗ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും മെയിൽ പരാതി അയച്ച് അത് ഫോളോ ചെയ്തിട്ടാണ് ആ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല ആയുർവേദ മരുന്നുകളിൽ ഇംഗ്ലീഷ് മരുന്നുകളുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ഞാൻ ഡ്രഗ് കൺട്രോൾ ബോർഡിന് മെയിൽ അയക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വാർത്താമാധ്യമങ്ങളിൽ വായിച്ചു കാണും, ആയുർവേദ മരുന്നുകളിൽ രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഇംഗ്ലീഷ് മരുന്നുകൾ കാണിച്ചു തന്നു. ഞാൻ കൊടുത്ത പരാതിയിന്മേൽ ആക്ഷൻ എടുത്തിട്ടാണ് ആ വാർത്തകൾ പുറത്തു വന്നത്. ഇംഗ്ലീഷ് മരുന്നുകളിലും അതേപോലെ ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ 6 മാസം മുമ്പ് ചെയ്ത വീഡിയോയിൽ കഴിഞ്ഞ മാസമാണ് റിപ്പോർട്ട് വന്നത്, ഗുണനിലവാരമില്ല. എത്രയോ ജില്ലകളിൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളിലാണ് ഗുണനിലവാരമില്ല എന്ന് ഡ്രഗ് കൺട്രോൾ ബോർഡ് അംഗീകരിച്ചത്. അതെല്ലാം നമ്മുടെ ഒരു പരാതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ഷൻ്റെ പുറത്ത് നമുക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ റീസെൻ്റായിട്ട് നിങ്ങൾ കണ്ടു കാണും, മുട്ടയിൽ ഒരു കെമിക്കൽ കണ്ടെത്തിയതായിട്ട് ബന്ധപ്പെട്ടൊരു യൂട്യൂബർ, അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ അതിനകത്ത് കൂടുതലും വെച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിനും FSSAIക്കും ഔദ്യോഗികമായിട്ട് നമ്മൾ മെയിൽ അയക്കുകയാണ് ചെയ്തത്. അവരപ്പോൾ തന്നെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമല്ല ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്, നോർമലായിട്ട്. കാരണം മുട്ട കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ന്യൂസായിരുന്നു, മുട്ടയിൽ ഈ പറയുന്ന അഡൾട്രേഷൻ നടക്കുക എന്നുള്ളത്. അപ്പോൾ സാധാരണ മാർക്കറ്റിൽ നിന്നുള്ള മുട്ടയിലും റാൻഡമായിട്ട് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഇല്ല എന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പേഴ്സണലായിട്ട് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റഡികൾ നടത്തി അവസാനം പേടിക്കാനൊന്നുമില്ല എന്ന് വാർത്താമാധ്യമങ്ങളും അവർ ഒഫീഷ്യലും അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെയാണ് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. സൂപ്പർ സൂപ്പർ. എന്താണ് നിങ്ങൾ ഓൾറെഡി പ്രേക്ഷകരോട് സംസാരിക്കുന്നത്, നിങ്ങൾ സംവദിക്കുന്നത് അറിയാം, എങ്കിലും ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അല്ല നിങ്ങളുടെ ഫോളോവേഴ്സിനോട്, നിങ്ങളുടെ ഞാൻ എന്നും എൻ്റെ എല്ലാ വീഡിയോൻ്റെ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു വാചകമുണ്ട്. അതായത് നമ്മൾ കാണാനും കേൾക്കാനും തയ്യാറാവുക. ഓരോ ലേബലുകൾക്കും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. അതുതന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. നമ്മൾ കാണാനും കേൾക്കാനും തയ്യാറാവണം. ആ ലേബലുകൾ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ വായിച്ച് ശീലിക്കുക, ആ ശീലം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക, നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു പരിധിവരെ ഈ പറയുന്ന ഒബീസിറ്റിയും ടൈപ്പ് 2 ഡയബറ്റീസും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അതുകൊണ്ട് സഹായകരമാകും എന്നുള്ളതിന് 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സജിൻ. ഭക്ഷണം മരുന്നായി മാറട്ടെ. അതെ,
ഭക്ഷണം വിഷമായി മാറാതിരിക്കട്ടെ. അതെ അതെ അതെ. നിങ്ങളുടെ പോരാട്ടം തുടരട്ടെ. താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.